Winpoint Academy മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നിർത്തിവെച്ചത് ഒവ്യൂൾസിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള അതിൻ്റെ പാർട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മൈക്രോസ്പോറോജെനസിസ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മെഗാസ്പോറോജെനസിസ് ആണ്. അപ്പോൾ എന്താണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് നിങ്ങൾ ഓർത്ത് നോക്കുക. എന്താണ് മൈക്രോസ്പോറോജെനസിസ്? മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോർസുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയാം. അപ്പോൾ മെഗാസ്പോറോജെനസിസ് എന്തായിരിക്കും? അതെ, മെഗാസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മെഗാസ്പോറോജെനസിസ്. അപ്പോൾ മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്, മെഗാസ്പോർ എന്ന് പറയുന്ന ഭാഗം എംബ്രയോ സാക്ക് ആകും. ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ ഒവ്യൂൾസിൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒവ്യൂൾസിൻ്റെ സ്ട്രക്ചർ വരച്ചപ്പോൾ അല്ലേ, അതിൽ സെൻറ്റർ പാർട്ടിൽ നമ്മൾ എംബ്രയോ സാക്ക് പറഞ്ഞിരുന്നു. ഈ എംബ്രയോ സാക്ക് ഫസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ്, ഫസ്റ്റ് എംബ്രയോ സാക്കിൻ്റെ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ മൈക്രോസ്പോർസ് എന്ന് പറയുന്നത്. മെഗാസ്പോർസ്. ഈ മെഗാസ്പോർസുകൾ എങ്ങനെയാണ് മെഗാസ്പോർസ് ഉണ്ടാവുക? അപ്പോൾ ഏതിൽ നിന്നാണ് മെഗാസ്പോർസ് ഉണ്ടാവുന്നത്? അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ അല്ലേ. അപ്പോൾ മെഗാസ്പോർ മദർ സെൽ എവിടെ ഉണ്ടാവുക? ഇത് എംബ്രയോ സാക്ക് ആണ് അല്ലേ. ഇപ്പോൾ ഈ എംബ്രയോ സാക്ക്, ദിസ് ഈസ് എംബ്രയോ സാക്ക്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എംബ്രയോ സാക്ക്. അപ്പോൾ ഈ എംബ്രയോ സാക്ക് ആകുന്നതിന് മുമ്പ് അതിൻ്റെ ഒവ്യൂൾസിൻ്റെ യങ് സ്റ്റേജിൽ എംബ്രയോ സാക്ക് അവിടെ ഉണ്ടാവില്ല. എംബ്രയോ സാക്ക് കുറച്ച് കഴിയുമ്പോൾ മെച്ചറാകുന്ന സമയത്ത് എംബ്രയോ സാക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടെയുള്ള കംപ്ലീറ്റ് സെൽസുകൾ ന്യൂ സെല്ലാർ സെൽസുകളായിരിക്കും. അപ്പോൾ എംബ്രയോ സാക്കിനെ ചുറ്റിയുള്ള സെല്ലുകൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ന്യൂ സെല്ലസ് എന്ന് പഠിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ എംബ്രയോ സാക്ക് ഇവിടെ അല്ല, അതിൻ്റെ യങ് സ്റ്റേജാണ്. യങ് സ്റ്റേജിൽ ഒവ്യൂളിൻ്റെ യങ് സ്റ്റേജിൽ എംബ്രയോ സാക്ക് ഉണ്ടാവുന്നില്ല, അവിടെ കംപ്ലീറ്റ് ന്യൂ സെല്ലാർ സെൽസുകളായിരിക്കും. ഇപ്പം ന്യൂ സെല്ലാർ സെൽസുകൾ, ഇവിടെയുള്ള സെല്ലുകൾ, ഇവിടെ ധാരാളം സെൽസുകളുണ്ട്. ഈ സെൽസുകളിലെ ഏതെങ്കിലും ഒരു സെല്ല് ദാറ്റ് കൺവേർട്ട് ഇൻ ടു മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഇപ്പം ന്യൂ സെല്ലാർ സെൽസിലെ ഏതെങ്കിലും ഒരു സെല്ല് ദാറ്റ് കൺവേർട്ട് ഇൻ ടു മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ this is convert into a megaspore mother cell. ഷോർട്ടായിട്ട് EMMC എന്ന് നമ്മൾ എഴുതാം അല്ലേ. ഇപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലിനെ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിനെ നമ്മൾ PMC എന്നാണ് എഴുതിയത്. ഇവിടെ മെഗാസ്പോർ മദർ സെല്ലാണ്, അതിനെ EMMC എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മെഗാസ്പോർ മദർ സെല്ലിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈ മെഗാസ്പോർ മദർ സെൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെഗാസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡി എന്തായിരിക്കും? പ്ലോയിഡി ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? അതായത് മൈക്രോസ്പോർ മദർ സെൽ, പോളൻ മദർ സെൽ എന്തായിരുന്നു? അതിൻ്റെ പോളൻ മദർ സെല്ലിൻ്റെ പ്ലോയിഡി ദറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? യെസ്, ഡിപ്ലോയിഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ മെഗാസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് 2n കണ്ടീഷൻ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആണ്. എന്താണ്? മെഗാസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ആൻജിയോസ്പോംസിൻ്റെ പ്ലാന്റ് ബോഡി ഡിപ്ലോയിഡ് ആണ്. അതിൽ നിന്ന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നുണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് ഒവ്യൂളൊക്കെ. അപ്പോൾ ഒവ്യൂളിലുള്ള ഒരു പാർട്ടാണ് ന്യൂ സെല്ലസും എന്തായിരിക്കും? അപ്പോൾ ഡിപ്ലോയിഡ് സെല്ലുകളായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഡിപ്ലോയിഡ് സെല്ല് ദാറ്റ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ അല്ലേ, അത് മിയോട്ടിക് ഡിവിഷന് വിധേയമാകും. മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര മിയോസിസിൽ എത്ര സ്റ്റേജ് ഉണ്ട്? അതെ, 2 സ്റ്റേജ്. ഏതൊക്കെയാണ്? മിയോസിസ് 1ഉം മിയോസിസ് 2ഉം അല്ലേ.
അപ്പോൾ മിയോസിസ് 1-ൽ മിയോസിസ് 1 നടന്നു കഴിയുമ്പോൾ എത്ര സെല്ലുകൾ ഉണ്ടാവും? എത്ര? ഏത് ടൈപ്പ് സെല്ലുകളാണ്? ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ? യെസ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 സെല്ലുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള n കണ്ടീഷനിലുള്ള 2 സെല്ലുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ 2 സെൽസുകൾ ദാറ്റ് അഗെയിൻ അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അല്ലേ? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ട് മിയോസിസ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ 2ന്റെ ഫലമായിട്ട് എത്ര സെല്ലുകൾ ഉണ്ടാവും? യെസ്, 4 സെൽസുകൾ ഉണ്ടാവും അല്ലേ? 4 സെല്ലുകൾ ഉണ്ടാവും. ദാറ്റ് ഈസ് 1 2 3 4 അല്ലേ? 1 2 3 4 അങ്ങനെ 4 സെൽസുകൾ മിയോസിസ് 2ന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് എത്ര സെല്ലുകൾ ഉണ്ടായി? 4. ഏത് ടൈപ്പ് സെല്ലുകളാണ്? ഹാപ്ലോയിഡ്. യെസ്, n കണ്ടീഷൻ. ഇത് n കണ്ടീഷനാണ്, ഹാപ്ലോയിഡ് ആണ്, ഇതും ഹാപ്ലോയിഡ് ആണ് അല്ലേ? സോ ദിസ് ഓൾസോ ഹാപ്ലോയിഡ് സെൽസ് അല്ലേ? n കണ്ടീഷനുള്ള ഹാപ്ലോയിഡ് സെൽസുകൾ 4 മെഗാസ്പോസുകളാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തത്. ഒരു മെഗാസ്പോറിൽ നിന്ന് 4 മെഗാസ്പോസുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു മെഗാസ്പോസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? മെഗാസ്പോറോജെനസിസ്. അപ്പോൾ വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് മെഗാസ്പോറോജെനസിസ്? യെസ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോസ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മെഗാസ്പോറോജെനസിസ്. ഇപ്പോൾ ഇവിടെ 4 മെഗാസ്പോസ് ഉണ്ടായി. നമ്മൾ ഒവ്യൂൾസിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ എത്ര എംബ്രിയോസാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്? യെസ്, ഒരു സിംഗിൾ എംബ്രിയോ സാക്ക് മാത്രമാണ് ഒരു ഒവ്യൂൾസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെ 4 മൈക്രോസ്പോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം 4 എംബ്രിയോ സാക്ക് ഉണ്ടാവണ്ട ശരിക്കും. അപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അതിൽ ആദ്യത്തെ 3 സെല്ലുകൾ ഡീജനറേറ്റ് ചെയ്തു പോകും, ഖത്തം ഹോ ഗയ അല്ലേ? അത് മരിച്ചു പോകും. ബാക്കി 1 മാത്രമാണ് ഇവിടെ ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോറായി മാറുന്നത്. അപ്പോൾ 3 of them are degenerated. 3 of them are degenerated and only 1 is functional. So this functional megaspores develop into embryo sac. അപ്പോൾ ആ ഒരു ഒറ്റ ഫങ്ഷണൽ മെഗാസ്പോർ മാത്രമാണ് അല്ലെങ്കിൽ സിംഗിൾ മെഗാസ്പോർ മാത്രമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള എംബ്രിയോസാക്കായിട്ട് അല്ലെങ്കിൽ എംബ്രിയോസാക്കായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ആൻജിയോസ്പോമിലെ ഈ രൂപത്തിലാണ് എംബ്രിയോസാക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പ്രത്യേക ഈ ഒരു ഡെവലപ്മെൻ്റൽ പ്രോസസ്സിന് വിളിക്കുന്ന പേരുണ്ട് മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻജിയോസ്പോമിൻ്റെ ഈ ടൈപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ എംബ്രിയോസാക്ക് ഫോർമേഷനെ മെഗാസ്പോർ ഡെവലപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. സോ വൈ embryosac formation of angiosperms is called monosporic development? Because out of 4 megaspores, only 1 is functional and 3 of them are degenerated. So this type of development is called a monosporic development. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെഗാസ്പോസ് ഉണ്ടാവാൻ എന്താണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു മെഗാസ്പോസ് ആണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് വഴി കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക. അത് മറ്റൊരു പ്രോസസ്സാണ് എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. എംബ്രിയോസാക്കിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇനി ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മെഗാസ്പോറോജെനസിസ് എന്താണ്, മെഗാസ്പോറോജെനസിസ് എന്നും അതേപോലെ മെഗാസ്പോറോജെനസിസ് ആൻജിയോസ്പേംസിൻ്റെ മെഗാസ്പോസ് ഫോം ചെയ്യുന്നത് പർട്ടിക്കുലർ പേരിലാണ് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? അതിൻ്റെ റീസണും നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്
female gametophyte. Okay, so this is also known as embryo sac. So this is also known as embryo sac. അപ്പോൾ മെഗാസ്പോറോജനസിസ് എന്ന പ്രോസസ്സ് വഴി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫങ്ഷണൽ ആയിട്ടുള്ള എത്ര മെഗാസ്പോർസ് ആണ് നമ്മൾ കണ്ടത്? യെസ്, സിംഗിൾ മെഗാസ്പോർസ് മാത്രമാണ് നമുക്ക് കിട്ടുക. അത് ഞാൻ ഇവിടെ കാണിക്കാം. സിംഗിൾ മെഗാസ്പോർസ്. ഓക്കെ, സോ ദിസ് ഈസ് ദി സിംഗിൾ മെഗാസ്പോർ. അപ്പോൾ മെഗാസ്പോറിൽ ഒരു സൈറ്റോപ്ലാസം അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയോസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ന്യൂക്ലിയോസ് ദാറ്റ് ഈസ് അണ്ടർഗോ ഡിവിഷൻ, മൈറ്റോട്ടിക് ഡിവിഷൻ. ഇവിടെയുള്ള സിംഗിൾ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാവും. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ നമുക്കറിയാം റിഡക്ഷൻ ഡിവിഷനാണ്, ഇക്വേഷണൽ ഡിവിഷനാണ് അല്ലേ? കറക്റ്റ് അതിൻ്റെ ക്രോമസോം നമ്പർ കുറയാത്ത ടൈപ്പ് ഡിവിഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ രണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ടാവും. ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദി ഫങ്ഷണൽ മെഗാസ്പോർ. ഒരു സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. ആസ് എ റിസൾട്ട് two nuclear megaspores are formed. അല്ലേ? രണ്ട് ന്യൂക്ലിയസ് ഉള്ള മെഗാസ്പോർസ് ഫോം ചെയ്യുന്നു. And these megaspores, these nucleus of the megaspore, അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ മെഗാസ്പോറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എംബ്രയോസാക്. എംബ്രയോസാക് എന്നും വിളിക്കും. മെഗാസ്പോർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക, മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രയോസാക്കായി മാറുക. അപ്പോൾ നമ്മൾ മെഗാസ്പോറിനെ ആക്ച്വലി എംബ്രയോസാക് എന്നും പറയാം. അപ്പോൾ ടു ന്യൂക്ലിയേറ്റ് എംബ്രയോസാക് ഫോം ചെയ്തു. ആദ്യത്തെ മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട് ടു ന്യൂക്ലിയേറ്റ് എംബ്രയോസാക് അല്ലെങ്കിൽ മെഗാസ്പോർസ് ഫോം ചെയ്തു. ആൻഡ് ദീസ് nucleus of this megaspore or embryo sac that move towards the opposite poles, അതിൻ്റെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് പോൾസിലേക്ക്, ധ്രുവങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് where they undergo mitotic divisions, ഈ ഓപ്പോസിറ്റ് പോൾസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസുകൾ ദാറ്റ്സ് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ, അത് മൈറ്റോട്ടിക് ഡിവിഷന് വേണ്ടി വിധേയമാകും അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 4 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക് ഫോം ചെയ്യുന്നു അല്ലേ? 4 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക്. ഇവിടെ 2 ന്യൂക്ലിയേറ്റ് ആണ് അല്ലേ? 2 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക് ആണ് ഫോം ചെയ്തത്. ഇവിടെ 4 ന്യൂക്ലിയേറ്റ്സ് അല്ലേ? 4 ന്യൂക്ലിയേറ്റ്സ് എംബ്രയോ സാക് ഫോം ചെയ്തു. ആൻഡ് ദിസ് അഗെയിൻസ് അണ്ടർഗോ സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻസ്. അത് വീണ്ടും എന്ത് ചെയ്യുന്നു? മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോയിട്ടുള്ള ന്യൂക്ലിയകൾ അല്ലേ? ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നു? അവിടെ വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. ആസ് എ റിസൾട്ട് ഹൗ മെനി ന്യൂക്ലിയർ ആർ ഫോംഡ്? ഇവിടെ വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാൽ, മൈറ്റോസിസ് നടന്നാൽ എന്ത് സംഭവിക്കും? എത്ര ന്യൂക്ലിയസുകൾ ഉണ്ടാവും? യെസ്, 8 ന്യൂക്ലിയേറ്റ്. ഹിയർ ഓൾസോ 4 ന്യൂക്ലിയസ് അല്ലേ? ഹിയർ ഓൾസോ 4 ന്യൂക്ലിയസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായി, ന്യൂക്ലിയർ ഡിവിഷന് വിധേയമായി. അതിൻ്റെ ഫലമായിട്ട് 2 ന്യൂക്ലിയേറ്റ് മൈക്രോസ്പോർ അല്ലെങ്കിൽ എംബ്രയോ സാക് ഫോം ചെയ്തു. ആ 2 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക് ആർ മൂവ് ടുവേഴ്സ് ദി ഓപ്പോസിറ്റ് പോൾസ്. ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്തു. അവിടെ ദാറ്റ് അണ്ടർഗോ 2 മോർ സീക്വൻഷ്യൽ ഡിവിഷനാണ്. 2 തവണ ഡിവിഷന് വിധേയമാവും അല്ലേ? First time that undergo divisions, as a result 4 nucleate embryo sac form ചെയ്യുന്നു. അതേപോലെ തന്നെ where there undergo again mitotic division, 2 more sequential division ആണ്. ഫസ്റ്റ് sequential division ഇതാ, second sequential division ഇത് അല്ലേ? As a result 4 nucleate embryo sacs are formed, okay, or megaspores are formed. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ന്യൂക്ലിയർ ഡിവിഷനെ
തുടർന്ന് ഉടൻ തന്നെ സെൽ വാൾ ഫോമേഷൻ നടക്കുന്നില്ല. അതായത് കാരിയോകൈനസിസ് നടന്ന ഉടനെ ആക്ച്വലി നോർമൽ കേസിൽ സൈറ്റോകൈനസിസ് നടക്കണം. പക്ഷേ ഇവിടെ കാരിയോകൈനസിസ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമാണ് നടക്കുന്നത്. അതിനെ തുടർന്ന് സൈറ്റോകൈനസിസ്, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻസ് ഒരിക്കലും നടക്കുന്നില്ല, ഒരിക്കലുമല്ല ഉടൻ തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എത്ര ന്യൂക്ലിയസുകൾ ഇവിടെ ഉണ്ടായി? ഈ ഡിവിഷൻ്റെ ഫലമായിട്ട് 8 ന്യൂക്ലിയസുകൾ ഫോം ചെയ്തു അല്ലേ? ഈ മൈറ്റോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട് ടോട്ടലി 8 ന്യൂക്ലിയൈ ആർ ഫോംഡ്. ഓക്കെ, ഈ ന്യൂക്ലിയർ ലേറ്റർ ദാറ്റ് ഓരോ മൈക്രോ ന്യൂക്ലിയസുകളും 4 ന്യൂക്ലിയസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി പോൾസ് അല്ലേ? ഓരോ പോൾസിലും 4 ന്യൂക്ലിയസുകൾ പ്രസൻ്റ് ആണ്. അതിൽ സിംഗിൾ ന്യൂക്ലിയർ ഫ്രം ഈച്ച് പോൾസ് മൂവ് ടുവേഴ്സ് ദി സെൻറ്റർ റീജിയൻ. അതായത് ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം എന്ത് ചെയ്യുന്നു? സെൻറ്ററിലേക്ക് പാസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ ഈ 4 എണ്ണത്തിൽ ഒന്നെടുത്താൽ 3 എണ്ണം ബാലൻസ് ഉണ്ടാവുള്ളൂ. ഒന്ന് ദാറ്റ്സ് മൂവ് ടുവേഴ്സ് ദി സെൻറ്റർ അല്ലേ? ഹിയർ ഓൾസോ 4 ന്യൂക്ലിയസ് ഉണ്ട്. അതിൽ ഒന്ന് എന്ത് ചെയ്യുന്നു? സെൻറ്ററിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോളാർ റീജിയൻസിലുള്ള 4 ന്യൂക്ലിയസുകളിൽ ഓരോ ന്യൂക്ലിയസുകളും എന്ത് ചെയ്യുന്നു? മൂവ് ടുവേഴ്സ് ദി സെൻറ്റർ റീജിയൻ. ഓക്കെ, ഇനി അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സെൽ വാൾ ഫോമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ന്യൂക്ലിയസിന് ചുറ്റും, ഓരോ ന്യൂക്ലിയസിനും ചുറ്റും എന്ത് ചെയ്യുന്നു? സെൽ വാൾസ് ഫോം ചെയ്യും. ഹിയർ ഓൾസോ സെൽ വാൾ ഫോമേഷൻ ഒക്കേഴ്സ് അല്ലേ? അപ്പോൾ എത്ര ന്യൂക്ലിയസുകളുണ്ട്? 8 ന്യൂക്ലിയസ് അല്ലേ? 8 ന്യൂക്ലിയസുകളുണ്ട്. 1 2 3 1 2 3 അല്ലേ? 4 5 6 7 8 ന്യൂക്ലിയൈകളാണ് ഒരു എംബ്രിയോ സാക്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുന്നത്. ബട്ട് ഹൗ മെനി സെൽസ്? വി ക്യാൻ സി ഹിയർ 3 cells അല്ലേ? ഇതൊരു സെല്ല് 1 2 3. ഹിയർ ഓൾസോ 4 5 6 അല്ലേ? ദിസ് ഈസ് അനദർ സെൽ, സെൻട്രൽ സെൽ, ലാർജ് സെല്ലാണ്. ഇതിനൊരു സൈറ്റോപ്ലാസമാണുള്ളത്. അതിൽ 2 ന്യൂക്ലിയകളാണുള്ളത്. അപ്പോൾ ടോട്ടലി 7 സെൽഡ് കണ്ടീഷനാണ്, ബട്ട് 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക്. അപ്പോൾ ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്കിൻ്റെ പ്രത്യേകത അതിൽ 7 സെൽഡ് ആയിരിക്കും, ബട്ട് 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനും ആയിരിക്കും. ഓക്കെ, ഇതാണ് എംബ്രിയോ സാക്കിൻ്റെ ഫോമേഷൻ. അപ്പോൾ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ്. ഫസ്റ്റ് മെഗാസ്പോർ, ന്യൂക്ലിയസ് ഓഫ് ദി മെഗാസ്പോർ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. ആസ് എ റിസൾട്ട് 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് ആർ ഫോംഡ്. These 2 nucleates are moved towards the opposite poles. This, as a result, 2 nucleate embryo sacs are formed, and where they undergo 2 more sequential division. ആ പോൾസിൽ വെച്ച് 2 തവണ ന്യൂക്ലിയർ ഡിവിഷന് വിധേയമാകും. ഒന്നാമത്തെ തവണ ന്യൂക്ലിയർ ഡിവിഷന് വിധേയമാകുമ്പോൾ 4 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ തവണ മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ 8 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്സ് ഫോം ചെയ്യുന്നു അല്ലേ? അങ്ങനെ പോൾസിൽ നിന്ന് ഓരോ ന്യൂക്ലിയസും സെൻറ്റർ റീജിയൻസിലേക്ക് പോകുന്നു. ആ സെൻറ്റർ റീജിയൻസിലേക്ക് പോയിട്ടുള്ള ന്യൂക്ലിയസുകളെ പോളാർ ന്യൂക്ലിയ എന്നാണ് അറിയപ്പെടുക. ബിക്കോസ് ദേ കം ഫ്രം ദി പോൾസിൽ നിന്ന് വന്നതുകൊണ്ട് അതിനെ എന്ത് പറയാം? പോളാർ ന്യൂക്ലിയ എന്ന് പറയാം. അപ്പോൾ സെൻറ്ററിലുള്ള ന്യൂക്ലിയസുകളെ നമ്മൾ പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയ. ഓക്കെ, പോളാർ ന്യൂക്ലിയ എന്നറിയപ്പെടും. അതേപോലെ അതിൻ്റെ മൈക്രോപൈലാർ റീജിയൻസിലാണ് എഗ് സെൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 3 സെല്ലുകൾ മൈക്രോപൈലാർ റീജിയൻസിലുണ്ടാവും. ഒബ്യൂളിൻ്റെ മൈക്രോപൈലാർ റീജിയൻസ് നമുക്കറിയാം. അതിൻ്റെ ടിപ്പിലുള്ള മൈന്യൂട്ട് ഓപ്പണിങ്സിനെയാണ് മൈക്രോപൈൽ എന്നറിയപ്പെടുക. ഇൻറ്റഗ്മെൻറ്റ്സ് വേർ ദി ഇൻറ്റഗ്മെൻറ്റ്സ് ആർ ആബ്സെൻറ്റ്, ഇൻറ്റഗ്മെൻറ്റ്സ് ഇല്ലാത്ത മൈന്യൂട്ട് ഓപ്പണിങ്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഒബ്യൂൾസിൻ്റെ ഭാഗത്തിനെയാണെന്ന് പറയാം മൈക്രോപൈലാർ റീജിയൻ എന്ന് പറയാം. ആ മൈക്രോപൈലാർ റീജിയൻസുമായി ചേർന്നിരിക്കുന്ന എംബ്രിയോ സാക്കിൻ്റെ ഭാഗത്തായിരിക്കും
ഈ സെല്ലുകൾ, ദാറ്റ് ഈസ് എഗ് സെൽ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ സൈനാർജിഡ്സ് എന്ന് പറയുന്ന ഭാഗം, സൈനാർജിഡ്സ്, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. 2 സൈനാർജിഡ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ 3 ആൻറ്റിപോഡൽസുകൾ ഉണ്ടാവും. ആൻറ്റിപോഡൽസ്, ഓക്കെ, ആൻറ്റിപോഡൽസ്. അപ്പോൾ 3 ആൻറ്റിപോഡൽസ്, 1, 2, 3 ആൻറ്റിപോഡൽസുകളും ഫോം ചെയ്യും. ഇതാണ് എംബ്രിയോ സാക്ക് ഫോർമേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് 7 ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് 7 സെൽഡ് ആണ്. അതേപോലെ 8 ന്യൂക്ലിയേറ്റ് കണ്ടീഷനുള്ള എംബ്രിയോ സാക്ക് ആണ് ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്ക്. ഓക്കെ, ഈ എംബ്രിയോ സാക്കിൻ്റെ ഒന്നുകൂടിയും ഒരു ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡയഗ്രാംസ് മാത്രം വരച്ചാൽ അല്ലെങ്കിൽ ഡയഗ്രാംസ് വരക്കാൻ പറയാറുണ്ട്. അതല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഫോർമേഷൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് എഴുതാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഞാൻ പറഞ്ഞു ഇതിൽ നമ്മളെ സെക്കൻഡ് ഇയറിൻ്റെ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഒരു ടോപ്പ് ചാപ്റ്റർ കൂടിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ ഒരു പോയിൻറ്സും വിടാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. 4-5 മാർക്കിന്, മാക്സിമം 5 മാർക്കിന് വരെ വരാവുന്ന ചോദ്യമാണ്. നമുക്ക് പാസ്സാവാൻ വെറും 9 മാർക്കാണ് ആവശ്യം. ഓക്കെ, പാസ്സായാൽ പോരാ, ഫുൾ മാർക്ക് A+ വാങ്ങാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് A+ മാർക്കിലേക്ക് നമുക്ക് എബോ 95% എത്താം. വളരെ എളുപ്പത്തിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോയാൽ എത്താവുന്നതാണ്. ഓക്കെ, ഇനി എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, NCERT ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിട്ടുള്ള അതേ ഫോംസിലാണ് ഒരു റീ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ച പോലെ പ്രത്യേക രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇവിടെ മൈക്രോപൈലാർ റീജിയൻസിൽ ഉള്ള 3 ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ സെൻറ്ററിൽ പോളാർ ന്യൂക്ലിയസുകൾ ഉണ്ടാവും. ആൻഡ് ചലാസൽ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദറ്റ് ഈസ് ദ റീജിയൺ ഓഫ് ദ ഒവ്യൂൾസ് ഓപ്പോസിറ്റ് ടു ദി മൈക്രോപൈൽ. മൈക്രോപൈലിന് ഓപ്പോസിറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒവ്യൂൾസിലുള്ള റീജിയനെയാണ് ചലാസൽ എൻഡ് എന്ന് പറയാം. അവിടെ കാണപ്പെടുന്ന സെൽസുകളെ നമ്മൾ ആൻറ്റിപോഡൽസ് എന്നാണ് വിളിക്കുക. ഈ 3 എണ്ണത്തിനെ ആൻറ്റിപോഡൽസ് എന്ന് പറയും. ആൻറ്റിപോഡൽസ്. ഇപ്പോൾ 3 ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ആൻറ്റിപോഡൽസ് വരും. 3 സെല്ലുകളാണ് ആൻറ്റിപോഡൽസിൽ ഉണ്ടാവുക. അതേപോലെ ലാർജ് സെൻട്രൽ സെൽസ് ആണ്. ഇത് സെൻട്രൽ സെൽ എന്നാണ് അറിയപ്പെടുക. സെൻട്രൽ സെൽ. ഓക്കെ, ഇപ്പോൾ ലാർജ് സെൻട്രൽ സെല്ല്. അതേപോലെ തന്നെ ലാർജ് സെൻട്രൽ സെല്ലിലുള്ള ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലി. പോളാർ ന്യൂക്ലി. എന്തുകൊണ്ടാണ് പോളാർ ന്യൂക്ലി എന്ന് വിളിക്കുന്നത്? എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് അത് ദാറ്റ്സ് കം ഫ്രം ദി എവിടുന്നാ പോൾസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ 3rd ഗ്രൂപ്പ് ഓഫ് സെൽസുകളെ നമ്മൾ വിളിക്കുന്ന ഒറ്റപ്പേരിൽ വിളിക്കുന്നത് എഗ് അപ്പാരറ്റസ് എന്നാണ്. എഗ് അപ്പാരറ്റസ്. ഓക്കെ, എഗ് അപ്പാരറ്റസ്. അപ്പോൾ എഗ് അപ്പാരറ്റസിൽ ഒരു എഗ് സെൽ ഉണ്ടാവും. ഒരു എഗ് സെൽ. സോ ദിസ് വൺ ഈസ് എ എഗ് സെൽ. Egg cell and 2 antipodals. This one is the first antipodal and this one is the second antipodals. Synergids. Synergids. Okay. അപ്പോൾ എഗ് അപ്പാരറ്റസിലും 2 ടൈപ്പ് സെല്ലുകളാണുള്ളത്. ഒന്ന് എഗ് സെല്ല്, 2 സൈനർജിഡ്സ്. ഓക്കെ, 2 സൈനർജിഡ്സുകളും ഒരു എഗ് സെല്ലും അടങ്ങുന്നതിന് പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ഇപ്പോൾ ഇവിടെ സൈനർജിഡ്സിൽ ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് കാണാം. 2018 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്
ഈ സൈനർജിഡ്സിലുള്ള സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്ങിൻ്റെ ഫങ്ഷനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് എന്ന് വെച്ചാൽ സെൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചർ സൈനർജിഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. എന്താ വിളിക്കാം? അതെ, ഫിലിഫോം അപ്പാരറ്റസ്. ഓക്കെ, ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ് എന്തിനും അറിയപ്പെടുന്നത്? ഈ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് പ്രസന്റ് ഇൻ ദി സൈനർജിഡ്സ്. സൈനർജിഡ്സിൽ കാണപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സെല്ലുലാർ തിക്കനിങ്സിനെ വിളിക്കുന്ന പേരാണ് സൈനർജിഡ്സ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻ ടു ദി സൈനർജിഡ്സ്. സൈനർജിഡ്സിൻ്റെ ഉള്ളിലേക്ക് പോളൻ ട്യൂബിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പോളൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ എംബ്രയോസാക്ക് എവിടെ ഉണ്ടാവുക? ഒവ്യൂൾസിലാണ് ഉണ്ടാവുക. ഒവ്യൂൾസ് എവിടെ ഉണ്ടാവുക? ഓവറിയിലാണ് ഉണ്ടാവുക. ഓവറി എന്ന് പറയുന്നത് ഏതിൻ്റെ പാർട്ടാണ്? യെസ്, കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റിലിൻ്റെ പാർട്ടാണ്. അപ്പോൾ കാർപ്പലിൻ്റെ ബേസൽ ബൾജ്ഡ് പാർട്ടാണ് ഓവറി. അപ്പോൾ കാർപ്പൽ ഓവറി കഴിഞ്ഞ് സ്റ്റൈൽ ഉണ്ടാവും, സ്റ്റിഗ്മ ഉണ്ടാവും അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചതാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അപ്പോൾ ഒവ്യൂൾസ് ഇരിക്കുന്നത് എവിടെയാണ്? ഓവറിക്കകത്താണ് അല്ലേ? ഒവ്യൂൾസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? എംബ്രയോസാക്ക് ഉള്ളത്. ഒവ്യൂൾസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? എംബ്രയോസാക്ക് ഉള്ളത്. അപ്പോൾ എംബ്രയോസാക്കിൻ്റെ അകത്തേക്ക് വരണമെങ്കിൽ ഇവിടെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്നിരുന്നാൽ അവിടെയുള്ള മെയിൽ ഗ്യാമീറ്റ്സ് എവിടെ എത്തണം? ഒവ്യൂൾസിൻ്റെ അകത്തേക്ക് എത്തണം. ഒവ്യൂൾസിൻ്റെ അകത്തേക്ക് വരുന്നത് പോളൻ ട്യൂബ് വഴിയാണ്. അതേപോലെ ട്യൂബ് ഉണ്ടാക്കും, അത് താഴോട്ട് വരും അല്ലേ? അപ്പോൾ താഴോട്ട് വരുന്ന പോളൻ ട്യൂബ്സിനെ സൈനർജിഡ്സിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന, അതിലേക്ക് എൻ്റർ ചെയ്ത് പാസ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് ഫിലിഫോം അപ്പാരറ്റസ്. സോ ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻ ടു ദി സൈനർജിഡ്സ്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻ ടു സൈനർജിഡ്സ്. ഓക്കെ, സൈനർജിഡ്സ്. അപ്പോൾ സൈനർജിഡ്സിലേക്ക് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുന്ന ഫങ്ഷനാണ് ഫിലിഫോം അപ്പാരറ്റസിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എംബ്രയോസാക്കിൻ്റെ സ്ട്രക്ചർ. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഫിലിഫോം അപ്പാരറ്റസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ലേബിൾ ചെയ്യാൻ ഇതൊക്കെയാണ് കാര്യമായിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ എംബ്രയോസാക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് 3 ടൈപ്പ് ഓഫ് സെൽസുകളാണുള്ളത്. ദറ്റ് ഈസ് ആൻറ്റിപോഡൽസ്. ആൻറ്റിപോഡൽസിൽ നിന്നുള്ളത് ചെലാസൽ എൻഡിലാണ്. മൈക്രോപൈലാർ റീജിയൻസിലായിരിക്കും എന്തുണ്ടാവുക? എഗ് അപ്പാരറ്റസ് ഉണ്ടാവുക. അപ്പോൾ ആൻറ്റിപോഡൽസ് 3 സെൽസുകളാണ്. എഗ് അപ്പാരറ്റസ് 2 ടൈപ്പ് ഓഫ് സെൽസുകളാണ്. ഒന്ന് സൈനർജിഡ്സ്, ഒന്ന് എഗ് സെൽ. ഓക്കെ, സോ സെൻട്രലുള്ളതിനെയാണ് ഇതിൻ്റെ എഗ് അപ്പാരറ്റസിൻ്റെ സെൻട്രലുള്ളതിനെ നമ്മൾ എഗ് സെൽ എന്നറിയപ്പെടും. ഓക്കെ, അപ്പോൾ സെൻട്രൽ സെൽസ്, ലാർജ് സെൻട്രൽ സെൽസ് ഉണ്ടാവും. മൂന്നാമത്തെ ഗ്രൂപ്പ് ലാർജ് സെൻട്രൽ സെൽസ്, അതിൽ പോളാർ ന്യൂക്ലിയാണ് ഉണ്ടാവുക. 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയകൾ ഉണ്ടാവും. ഇനി ഇതിൻ്റെയൊക്കെ പ്ലോയിഡ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. കാരണം എന്താണ്? ഈ മെഗാസ്പോർ ഉണ്ടായത് ഏത് പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ്? മെഗാസ്പോറോജെനസിസ് എന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ്. മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത് മിയോസിസ് നടന്നിട്ടാണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ മിയോസിസ് നടക്കുമ്പോൾ അതിലുണ്ടാവുന്ന കംപ്ലീറ്റ് സെല്ലുകളും എന്തായിരിക്കും? അതിൻ്റെ പ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ സെല്ലുകളും നോക്കുക, ഇത് ഹാപ്ലോയിഡാണ്. ആൻറ്റിപോഡൽസ് 3 ഹാപ്ലോയിഡാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള 2 ന്യൂക്ലിയകൾ ഉണ്ടാവും. ഇതൊരു ന്യൂക്ലിയ ഹാപ്ലോയിഡ് ക്രോമസോമാണ്. ഇത് രണ്ടാമത്തെ ന്യൂക്ലിയക്കും ഹാപ്ലോയിഡ് ക്രോമസോംസ് ആണ്. ഓക്കെ, ഇനി ബേസലുള്ളത് നോക്കാം. ഇതിൽ സൈനർജിഡ്സിന് ഹാപ്ലോയിഡാണ്, എക്സിൽ ഹാപ്ലോയിഡാണ്. അതേപോലെ 2 സൈനോയിഡ്സും, ഓരോ സൈനോയിഡ്സും ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലോയിഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള ന്യൂക്ലിയസും സെല്ലുകളുമായിരിക്കും എംബ്രയോസാക്കിൽ ഉണ്ടാവുക. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കണം. നമുക്ക് ഫ്യൂഷൻസ് ഒക്കെ വരാനുണ്ട്. ആ സമയത്ത് ഈ ഒരു പ്ലോയിഡ് അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞത് മെഗാസ്പോറോജെനസിസ് ആണ്. മെഗാസ്പോറോജെനസിസിൻ്റെ ഫലമായിട്ട് മെഗാസ്പോസുകൾ ഉണ്ടാവും. 4 ഉണ്ടാവും. ടെട്രാഡ് കണ്ടീഷനാണ് ഉണ്ടാവുന്നത്. 4 മെഗാസ്പോസുകളാണ് ഉണ്ടാവുന്നത്. ആ മെഗാസ്പോസുകളിൽ
ഒന്ന് മാത്രം ഫങ്ഷനിലും ബാക്കിയെല്ലാം ഡീജനറേറ്റ് പോവുകയും അതുകൊണ്ട് തന്നെ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുകയും ചെയ്യും അല്ലേ. ഇനി ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്കിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞത്. അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും അതിൻ്റെ ഡയഗ്രാംസ് വെച്ച് നോക്കി മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. വളരെ എളുപ്പമായിരിക്കും. ചിത്രീകരിച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ചിത്രം വെച്ച് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് മെമ്മറൈസ് ചെയ്ത് തലയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഭംഗിയായി പഠിച്ച് മുന്നോട്ട് പോവുക. ഇത്രയാണ് ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.